ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സ്കൂളുകളിൽ നടത്തുന്ന ബഷീർ ദിന ക്വിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട 15 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്കിനി നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇതുവരെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന 5ാമത്തെ വീഡിയോ ആണിത്. ഇതിനു മുമ്പുള്ള വീഡിയോസിലും വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ തന്നെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട ഉടൻ തന്നെ ആ വീഡിയോസ് കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ വീഡിയോസും സ്ഥിരമായി കാണുന്നവർക്കറിയാം, നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും അവസാനം നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകാറുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം ആരാണോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് അവരെ നമ്മൾ അടുത്ത വീഡിയോയിൽ വിജയിയായി പ്രഖ്യാപിക്കാറാണ് പതിവ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതായിരുന്നു: ബഷീറിൻ്റെ എഴുത്തും ജീവിതവും എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ഇതിൻ്റെ ശരിയായ ഉത്തരം EM അഷറഫ് ആണ്. അപ്പോൾ അത് കമൻറ്റ് ചെയ്ത വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ വിന്നേഴ്സായി സെലക്ട് ചെയ്തിരിക്കുന്നത് അനഘ S, ശിവാനി, വേദാമൃത, അസ്മ, അനീഷ് ദാമോദർ, നവനീത്, ധ്രുവ് എന്നീ അക്കൗണ്ടുകളാണ്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉത്തരത്തിനോടൊപ്പം നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: ബഷീർ, കാരൂർ നീലകണ്ഠപിള്ള, മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ ഒരു കഥ എഴുതിയിട്ടുണ്ട്. ആ കഥയുടെ പേരെന്താണ്? വൈക്കം മുഹമ്മദ് ബഷീർ, കാരൂർ നീലകണ്ഠപിള്ള, മാധവിക്കുട്ടി എന്നിവർ ഒരേ പേരിൽ എഴുതിയ കഥയാണ് പൂവമ്പഴം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുവാനുണ്ട്. നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും PDF നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസിൻ്റെയും ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല. പകരം അതൊക്കെ നിങ്ങൾക്ക് PDF ആയി ലഭിക്കുന്നതാണ്. ഈ പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും PDF ആയി ലഭിക്കുവാൻ വേണ്ടി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ PDF ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബഷീറിനെ കുറിച്ച് ONV കുറുപ്പ് രചിച്ച കവിതയുടെ പേരെന്താണ്? എൻ്റെ ബഷീർ എന്നാണ് ബഷീറിനെക്കുറിച്ച് ONV കുറിപ്പ് എഴുതിയ കവിതയുടെ പേര്. ആരും മറക്കരുത്, എൻ്റെ ബഷീർ എന്നാണ് ആ കവിതയുടെ പേര്. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി ഏതാണ്? ഒഴിഞ്ഞ വീട് എന്ന ബഷീറിൻ്റെ കൃതിയാണ് ബഷീർ ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് രചിച്ച കൃതി. അടുത്ത 4ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പ്രേമലേഖനത്തിലെ കഥാപാത്രങ്ങളായ കേശവൻ നായരും സാറാമ്മയും തങ്ങളുടെ കുട്ടിക്ക് നൽകിയ പേരെന്താണ്? പ്രേമലേഖനം എന്നത് ബഷീറിൻ്റെ വളരെ പ്രശസ്തമായൊരു നോവലാണ്. പ്രേമലേഖനം എന്ന നോവലിലെ കഥാപാത്രങ്ങളായ സാറാമ്മയും കേശവൻ നായരും തങ്ങളുടെ കുട്ടിക്ക് ഇട്ട പേരാണ് ആകാശമിട്ടായി. വീഡിയോയിലെ 5ാമത്തെ ചോദ്യം ഇതാണ്: മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച മനുഷ്യൻ്റെ കഥ പറയുന്ന ബഷീറിൻ്റെ കഥ ഏതാണ്? ബഷീറിൻ്റെ തേന്മാവ് എന്ന് പറയുന്ന കഥയാണ്. മരിക്കുന്നതിന് മുമ്പ് മാവിന് വെള്ളമൊഴിച്ച ഒരു വ്യക്തിയുടെ കഥ പറയുന്ന കഥയാണ് തേന്മാവ്. 6ാമത്തെ ചോദ്യം: കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തുന്ന കിളിരൂർ രാധാകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യകൃതി ഏതാണ്? കുട്ടികൾക്ക് ബഷീറിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ കിളിരൂർ രാധാകൃഷ്ണൻ രചിച്ച ബാലസാഹിത്യ കൃതിയാണ് ഒരിടത്തൊരു സുൽത്താൻ എന്ന് പറയുന്നത്. കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യമാണ്, എല്ലാവരും ഒന്ന് ഓർത്തു വെക്കുക. 7ാമത്തെ ചോദ്യം ഇതാണ്: മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ട നടൻ ആരാണ്? എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമായിരിക്കും. കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മലയാള സിനിമയിലെ മെഗാസ്റ്റാർ എന്നറിയപ്പെടുന്ന മമ്മൂട്ടിയാണ് മതിലുകൾ എന്ന സിനിമയിൽ ബഷീറായി വേഷമിട്ടത്. വീഡിയോയിലെ 8ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ബഷീറിൻ്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്?
ബഷീറിൻ്റെ വളരെ പ്രശസ്തമായ പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത്. അതായത് ബഷീറിൻ്റെ ഏത് കൃതിയാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടിയുള്ള പേരിൽ അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് പാത്തുമ്മയുടെ ആട്. ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? അതായത് ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം എന്നത് രചിച്ചത് ആരാണ്? ഡോക്ടർ റൊണാൾഡ് ഇ ആഷറാണ് ബഷീർ മലയാളത്തിലെ സർഗവിസ്മയം എന്ന കൃതി രചിച്ചത്. 10ാമത്തെ ചോദ്യം ഇതാണ്. വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച തലയോലപ്പറമ്പ് എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മസ്ഥലമായ തലയോലപ്പറമ്പ് കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ബഷീർ അറിയപ്പെടുന്നത് ബേപ്പൂർ സുൽത്താൻ എന്ന പേരിലാണ്. ആ ബേപ്പൂർ എന്ന് പറയുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. ഇത് രണ്ടും മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. 11ാമത്തെ ചോദ്യം ഇതാണ്. എൻ്റെ ഉപ്പാപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന നോവലിലെ യുവനായിക കഥാപാത്രത്തിൻ്റെ പേരെന്താണ്? കുഞ്ഞു പാത്തുമ്മ എന്നാണ് എൻ്റെ ഉപ്പാപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കൃതിയിലെ യുവനായിക കഥാപാത്രത്തിൻ്റെ പേര്. 12ാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? ബഷീറിൻ്റെ ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്? സോജ രാജകുമാരി എന്ന് തുടങ്ങുന്ന ഗാനമാണ് ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം എന്ന് പറയപ്പെടുന്നത്. 13ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ 3 ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത്? ഭഗത് സിംഗിനെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ 3 ദിവസം നിരാഹാര സമരം ഇരുന്നത്. അടുത്ത ചോദ്യം ഇതാണ്. ഈ പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ? ബഷീർ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകം ഏതാണ്? ശബ്ദങ്ങൾ എന്ന പുസ്തകത്തെ പറ്റിയാണ് ബഷീർ ഈ ഒരു വരികളിലൂടെ പറയുന്നത്. ഇത് കൂടുതലും സാഹിത്യ ക്വിസിലാണ് ചോദിച്ചു കാണാറ്. എന്നാൽ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. അടുത്ത ചോദ്യം. ബാല്യകാല സഖി, പാത്തുമ്മയുടെ ആട്, എൻ്റെ ഉപ്പാപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു എന്നീ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഈ പറയുന്ന കൃതികളെല്ലാം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് നേരത്തെ പറഞ്ഞ ഡോക്ടർ റൊണാൾഡ് ഇ ആഷർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോൾ നമുക്കിനി ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം വായിച്ച ഉടൻ തന്നെ എല്ലാവരും ഉത്തരം രേഖപ്പെടുത്തുക കമൻറ്റ് ബോക്സിൽ ഉത്തരത്തിനോടൊപ്പം നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ആദ്യം കമൻറ്റ് ചെയ്യുന്നവരെയായിരിക്കും നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ്. ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ഒരു ചോദ്യമായിരുന്നു ഇത്. ഉത്തരം എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ പേര് കൂടി അതിനോടൊപ്പം രേഖപ്പെടുത്തുക. ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും അതോടൊപ്പം തന്നെ വിന്നേഴ്സിനെ നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.